ഇന്ന് ഫാഗോസൈറ്റോസിസിനെ കുറിച്ച് പഠിക്കാം. ശരീരത്തെ രോഗകാരികളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. വെള്ള രക്തകോശങ്ങളായ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ ഫാഗോസൈറ്റുകളാണ്. അപ്പോൾ എന്താണ് ഫാഗോസൈറ്റോസിസ്? ശരീരത്തെ രോഗകാരികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന രക്തകോശങ്ങളെ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നു. ഏതൊക്കെ രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്? വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ ഫാഗോസൈറ്റോസിസ് നടത്തുന്നു. അതിനാൽ അവയെ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നു. ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ രോഗാണുവിനെ സമീപിക്കുന്നു. ഫാഗോസൈറ്റിന്റെ ഉപരിതലത്തിലുള്ള റിസപ്റ്ററുകൾക്ക് ഒരു നിർണായക പങ്കുണ്ട്. ഏതൊക്കെയാണ് ഫാഗോസൈറ്റുകൾ? ന്യൂട്രോഫിലും മോണോസൈറ്റും. ഇവയുടെ ഉപരിതലത്തിൽ റിസപ്റ്ററുകൾ കാണപ്പെടുന്നു. ഈ റിസപ്റ്ററുകൾ രോഗാണുവിനെ കണ്ടെത്തുകയും അതിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പ്രതിരോധ പ്രതികരണം ആരംഭിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഫാഗോസൈറ്റുകളായ ന്യൂട്രോഫിലും മോണോസൈറ്റും അവയുടെ ഉപരിതലത്തിലുള്ള റിസപ്റ്ററുകൾ രോഗാണുവിനെ കണ്ടെത്തുന്നു. തുടർന്ന് രോഗാണുവിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രതിരോധ പ്രതികരണം ആരംഭിക്കുന്നു. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ രോഗാണുവിനോട് ചേർന്ന ശേഷം അതിൻ്റെ ചർമ്മം അല്ലെങ്കിൽ മെംബ്രെയിൻ രോഗാണുവിന് ചുറ്റും വലയം ചെയ്യുന്നു. അതായത് ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുവിനോട് ചേർന്ന ശേഷം അതിൻ്റെ മെംബ്രെയിൻ രോഗാണുവിന് ചുറ്റും വലയം ചെയ്യുന്നു. ഇത് രോഗാണുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മെംബ്രെയിൻ സഞ്ചി ഉണ്ടാക്കുന്നു. ഈ പുതിയ ഘടനയെ ഫാഗോസോം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഫാഗോസോം? ഫാഗോസൈറ്റ് അതായത് ഫാഗോസൈറ്റുകളായ ന്യൂട്രോഫിലും മോണോസൈറ്റും അതിൻ്റെ മെംബ്രെയിൻ ചർമ്മം രോഗാണുവിന് ചുറ്റും വലയം ചെയ്യും. എന്നിട്ട് അത് രോഗാണുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മെംബ്രെയിൻ സഞ്ചി ഉണ്ടാക്കുന്നു. ഈ പുതിയ ആന്തരിക ഘടനയെ നമ്മൾ ഫാഗോസോം എന്ന് വിളിക്കുന്നു. ഫാഗോസോം എന്ന് വിളിക്കുന്നു. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഫാഗോസോം. ഫാഗോസൈറ്റ് അതിൻ്റെ മെംബ്രെയിന് രോഗാണുവിന് ചുറ്റും എന്ത് ചെയ്യും? വലയം ചെയ്യും. എന്നിട്ട് ഒരു മെംബ്രെയിൻ സഞ്ചി ഉണ്ടാക്കും. ഈ സഞ്ചിയാണ് ഫാഗോസോം എന്ന് വിളിക്കുന്നത്. ലൈസോസോം ഫാഗോസോമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇവ സംയോജിച്ച് ഫാഗോ ലൈസോസോം എന്ന സംയോജിത ഘടന രൂപപ്പെടുന്നു. പിന്നീട് ഫാഗോസോം അടങ്ങിയ അറയ്ക്കുള്ളിൽ ശക്തമായ ഈ എൻസൈം രോഗാണുവിനെ പൂർണ്ണമായും, അതായത് ഫാഗോലൈസോസോം എന്ന സംയോജിത ഘടന രൂപപ്പെട്ട ശേഷം ഈ അറയ്ക്കുള്ളിൽ, അതായത് ഫാഗോസോം അടങ്ങിയ അറയ്ക്കുള്ളിലെ ശക്തമായ എൻസൈമുകൾ രോഗാണുവിനെ പൂർണ്ണമായും വിഘടിപ്പിച്ച് നശിപ്പിക്കുന്നു. കാണിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ചിത്രത്തിൽ രോഗാണു ഫാഗോസോമിൽ കുടുങ്ങുന്നുണ്ട്. ഫാഗോലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുവിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. രോഗാണു ഫാഗോസോമിൽ കുടുങ്ങുന്നു. തുടർന്ന് ഫാഗോലൈസോസോമിലെ എൻസൈമുകൾ
രോഗാണുവിനെ നശിപ്പിക്കുന്നു. ഇതിലെ അവസാനത്തെ ഘട്ടമാണ് എക്സോസൈറ്റോസിസ്. പോഷകരമല്ലാത്ത അവശിഷ്ടങ്ങൾ ഫാഗോസൈറ്റോസിസിന് ശേഷം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.